ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെ 2 ഫ്ലവർ ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. കുറച്ച് ടൈം എടുക്കും, ബട്ട് നമുക്കിത് സിമ്പിളാണ്, നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ പോകത്തില്ല, ബീഡ്സ് ഇട്ട് കളറും പോകത്തില്ല. നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ആയതുകൊണ്ട് തന്നെ കാണത്തുമില്ല നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന്. ഗിയർ വയർ ഉപയോഗിക്കുന്നതിലും സിമ്പിളായിട്ട്. അപ്പോൾ 2 ബീഡ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കുക 2 സൈഡിൽ കൂടെ. അത് കഴിഞ്ഞ് പിങ്ക്, നമ്മൾ ഡാർക്ക് പിങ്ക് ഇതേപോലെ 2ൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് വലിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു പിങ്ക്, ലൈറ്റ് പിങ്കുകൾ ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് ഡാർക്ക് പിങ്ക് ഇടുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലെ ഒന്നിൻ്റെ ഉള്ളിൽ കോർത്ത് എതിലെയാണോ ചാടി വരുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പുറത്തേക്ക് കോർത്തെടുക്കുന്നത്. എന്നിട്ട് 2 സൈഡിൽ കൂടെയും ഇതേപോലെ പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് എല്ലാം ഇതേപോലെ ഡിസൈനാണ്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഈ 2 മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റോൺ ലേസ് ഉപയോഗിച്ച് ചെയ്തത്, അതേപോലെ ബീഡ്സിൻ്റെയും ഇപ്പോൾ നാം കംപ്ലീറ്റ്ലി ചെയ്തു. 2 സൈഡിൽ ഹെയർ ബോയുടെ വെക്കാൻ വേണ്ടിയുള്ള ബീഡ്സ് തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിത് ലോക്ക് ചെയ്യാതെ ഞാൻ ഇതേപോലെ റൗണ്ടിൽ ഫുള്ള് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ ആ 2 എൻഡും ക്ലിയർ ആയിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റൗണ്ടിൽ കോർത്ത് ഇപ്പുറത്തൂടെ ചാടിക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് റൗണ്ട് ഫുള്ള് 4 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ എങ്ങനെയാണോ ലൂസായി കിടന്നത് അതേപോലെ തന്നെ എത്തും. പക്ഷേ ഇത് ലോക്കായി, ഇത് ഇനി ചാടിയൊന്നും പോരത്തില്ല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇടാൻ പറ്റും. പിന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ ഉള്ളിലെ ബീഡ്സ് വേണ്ട, അതിന് പകരം നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 6mm ബീഡ്സ് വെച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ചെയ്തത് 8mm ആയിരുന്നു. 6mm യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാവേ. ഇതേപോലെ നമുക്കൊരു കെട്ട് വെറുതെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ട്. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ സ്റ്റോൺ ലേസിന് എങ്ങനെയാണോ ചുറ്റിയത് അത് നേരെ നേരെ ആയിരുന്നു. ഇത് ക്രോസ് ആയിട്ടാണ് ചുറ്റുന്നത്. നമ്മുടെ ബീഡ്സിൻ്റെ ഒരു ലൈനിൽ ഇതേപോലെ ക്രോസ് നമുക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ബീഡ്സിൻ്റെ ഇടയിൽ വള്ളി വരുന്നത് കാണുന്നില്ല. നല്ലൊരു ഫിനിഷിങ് ലുക്കിലാണ് വരുന്നത്. ഇതിന് പകരം ഇനി നമുക്ക് വേണമെങ്കിൽ ടങ്കീസ്, നമ്മൾ എലാസ്റ്റിക് ടൈപ്പ് അല്ലാത്ത വേറെ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഹെയർ ബോയിൽ ചെയ്ത അതുകൂട്ട് വള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കയറ്റാം. അതല്ല എങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഈ തലയുടെ ഏത് സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്രൗൺ പോർഷൻ ഫുള്ള് വെക്കണമെങ്കിൽ അങ്ങനെ ഫ്ലവർ വെക്കാം, അല്ലെങ്കിൽ 2 ഫ്ലവർ ഇതേപോലെ സൈഡിൽ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഫ്ലവർ എടുത്തു, അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കോർത്തു 6mm. ഇതേപോലെ നമുക്ക് ഫ്ലവർ ചാടി പോരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് ആ ചെറിയ ഒരു ഹോൾസ് ഉണ്ടല്ലോ ഫ്ലവറിൻ്റെ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം ഇട്ട് ഇറക്കുമ്പോൾ 6mm ബീഡ് ചാടി പോകത്തില്ല. ആ എതളുടെ ഇടയിൽ ഗ്യാപ്പിൽ തങ്ങി നിന്നോളും. നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫ്ലവറിൻ്റെ ഇടയിലെ ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയും കോർത്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ 6mm ബീഡ് പോവാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ, ഇല്ലേ ഫ്ലവർ ഊരിപ്പോരും. അപ്പോൾ നമുക്ക് ഇനി സ്പേസ് ഉണ്ടെന്ന് അത് ഞാൻ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു നേരത്തെ ഞാൻ വള്ളി വിട്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഫില്ല് ചെയ്ത് നമ്മൾ നേരത്തെ ചുറ്റി വന്ന പോലെ തന്നെ ചുറ്റി വന്നാൽ മതി. അല്ലാതെ എവിടെയും കെട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് പോവത്തില്ല കേട്ടോ. 6mm ബീഡിൻ്റെ ഇടയിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഇങ്ങനെ ചുറ്റുമ്പോൾ ടൈറ്റായിട്ട് അവിടെ കിടന്നോളും. അത് കംപ്ലീറ്റ്ലി നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. നമുക്കിതിൽ പല കളറിൽ ചെയ്യാം, പല മോഡലിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പിങ്ക്, ഡാർക്ക് പിങ്ക് നടുക്ക് വരുന്ന രീതിയിൽ ചെയ്തത്. ഫ്ലവറിൻ്റെ ഇടയിലും പിങ്ക്, ഡാർക്ക് പിങ്ക് വരാൻ വേണ്ടി. ഇതേപോലെ ഒന്ന് ഉരുക്കുമ്പോൾ ഇത് കത്തിപ്പോയെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ വളച്ച് വെച്ചാൽ മതി, അപ്പോൾ കാണത്തില്ല. ജസ്റ്റ് നമ്മൾ ലൈറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഫ്ലെയിം ഹൈ ആയി കഴിഞ്ഞാൽ നമുക്കത് കത്തിപ്പോകുന്ന ചാൻസസ് അപ്പോൾ ഫ്ലെയിം കുറച്ചിടുക. ഇതേപോലെ ബാക്കി വരുന്ന വള്ളിയൊക്കെ ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി. നല്ല ഭംഗി, ഇത് കണ്ട് ഇളകത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഉരുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നൂല് പൊട്ടിപ്പോയാൽ നമുക്ക് പണിയാണ്. പിന്നെ നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം വീണ്ടും, ഒരു പ്രശ്നമില്ല കേട്ടോ. ഒന്നേന്ന് തുടങ്ങണം എന്നില്ല. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതിൻ്റെ വേറെ മോഡലിൽ ഞാൻ ചെയ്ത് കാണിക്കാം, 3 ഒരു കളറിൽ വരുന്നത് പോലെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 7 കളറോളം ഉണ്ട്. ബൈ ബൈ, താങ്ക് യു.